അപ്പം ഹലോ ഗൈസ്, സോറി ഫോർ ദാറ്റ് ദീർഘനിശ്വാസം. സോ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന എൻ്റെ സെക്കൻഡ് സ്റ്റൈലിംഗ് വീഡിയോ ആയിട്ടാണ്. ആദ്യത്തെ ജസ്റ്റ് ഒരു റീൽ പോലെ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ഇട്ട് ചെയ്തത്. നെക്സ്റ്റ് വന്ന് ഞാൻ വിചാരിച്ചൊരു സൗണ്ട് ഓവർ അല്ല വോയിസ് ഓവർ ചെയ്യാമെന്ന്. അപ്പം ഞാൻ എന്തായാലും ലിപ്സ്റ്റിക്കും ഐലൈനറും ബ്ലഷൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം മൂഡ് ബോർഡ്സ് എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മൾ സ്ക്രാപ്പ് ബുക്ക് ചെയ്യില്ലേ, അതുപോലെ നമ്മളൊരു ആപ്പ് വഴി ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പം നമ്മളതിനെ ഒരു കുറച്ചും കൂടെ എന്താ മോഡേണീകരിച്ചൊരു പേരായിട്ട് പറയുന്നു, എന്താണ് മൂഡ് ബോർഡ്സ് എന്ന്. അപ്പോൾ നമ്മൾ മൂഡിനനുസരിച്ച് നമ്മൾ സ്ക്രാപ്പ് ബുക്ക് പോലെ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ലെയർ ചെയ്തിട്ട് ഒരു തീം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് മൂഡ് ബോർഡ്സ് എന്ന് പറയുന്നത്. തീം ഫോക്കസ് ഇല്ല, നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റിക്കേഴ്സായിട്ട് ചെയ്യണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ റീസെൻ്റായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഹോബിയാണത്. അപ്പം അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ച് തരാമെന്ന് വെച്ചിട്ടാണ് വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഭയങ്കര ക്രിയേറ്റീവ് ലെവലോ ഭയങ്കര പ്രോ ലെവലോ ഒന്നുമല്ല, എനിക്ക് കുറച്ച് സ്റ്റൈലിംഗ് ചെയ്യാനൊക്കെ ഭയങ്കര താല്പര്യമുള്ള വ്യക്തിയാണ്. അപ്പം നമ്മൾ എൻ്റെ ഫസ്റ്റ് മൂഡ് ബോർഡ് 02ൻ്റെ സ്റ്റൈലിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം 02-ൽ ഞാൻ പറഞ്ഞ പോലെ ഫ്ലോറൽ ആൻഡ് പ്രിൻസ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ മൂഡ് ബോർഡ് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പം അതിൽ ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്ന ഒരു സ്കേർട്ടാണ്. എൻ്റെ പ്രിൻ്റ് വരുന്നത് ഒരു ജയ്പൂരി ഇൻസ്പയർഡ് പ്രിൻ്റുള്ള ഒരു സ്കേർട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാനൊരു ഫ്ലോറൽ ടോപ്പാണ് പെയർ ചെയ്തിരിക്കുന്നത്. ടോപ്പും പിന്നെ അതിൽ കിടക്കുന്ന ഒരു ജയ്പൂരി പ്രിൻ്റഡ് സ്കേർട്ടുമാണ് പെയർ ചെയ്തിരിക്കുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ ഒരു പ്ലസ് സൈസ് സ്റ്റൈലിംഗ് ആയിരിക്കും വരാവുന്നത്. അപ്പം ഇത് ഗ്രോയിങ് അപ്പ് ഐ വാസ് വെരി ഇൻസെക്യൂർ അബൌട്ട് വെയറിങ് സ്കേർട്ട്സ്. ബട്ട് എന്താണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അപ്പം ആ ഇൻസെക്യൂരിറ്റി ഒക്കെ മാറാൻ ജസ്റ്റ് ഒരു സ്റ്റൈലിംഗ് ഐഡിയാസൊക്കെ നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണിത്. എനിക്ക് കുറച്ച് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം വലിയ സ്റ്റൈലിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര കളർ തിയറിയോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്റ്റൈലിംഗ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ട്രൈ ചെയ്യുക. എവരി വൺ ഹാസ് ഫ്രീ വിൽ. സോ ഐ എം ഓൾസോ യൂസിങ് ദറ്റ് ഫ്രീ വിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന രീതിയാണത്. അപ്പം ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് കാണിക്കാം. അപ്പം ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലുള്ളൊരു ഗോൾഡ് ചെയിൻ ഞാൻ പെയർ ചെയ്തിട്ടുണ്ട്. ഒരു ഹാർട്ട് ഷേപ്ഡ് ആയിട്ടുള്ളൊരു ഗോൾഡ് ചെയിൻ ഞാൻ മാലയായിട്ട് ഇട്ടിട്ടുണ്ട്. ആണെങ്കിൽ വേറെ പെയർ ചെയ്യാം. ഒരു ഗോൾഡ് ഹൂപ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്താണ്, അപ്പം ഒരു ഫ്ലോറലുള്ള ജോക്കർ ആൻഡ് വെച്ചിന്ന് മേടിച്ചിട്ട് അത് കുറേ കാലം മുന്നേ മേടിച്ചിട്ടൊരു വാച്ചാണ്. കുറച്ച് സ്റ്റെയിനൊക്കെ പോയിട്ട്, പക്ഷേ എന്നാലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാച്ചാണ്. അതുകൊണ്ടാണ് എനിക്കിത് മാറ്റാൻ തോന്നാത്തത്. പിന്നെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു വൈറ്റായിട്ടുള്ള ഒരു സാൻഡൽസ് ആയിരുന്നത്. അപ്പം വൈറ്റ് വേണ്ടാത്തവർക്ക് ബ്ലാക്കും പെയർ ചെയ്യാം. ഞാനൊരു ലൈറ്റ് ഫ്ലോറൽ തീമിലായതുകൊണ്ട് വൈറ്റ് പെയർ ചെയ്യുന്നതേ ഉള്ളൂ. പെയർ ചെയ്തു. എന്നിട്ട് കാണിക്കാം. ഞാൻ പെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ആണെങ്കിൽ ഒരു ബ്രൗൺ ഇതുപോലത്തെ ഒരു ബാഗ് പെയർ ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് ബാഗായാലും പെയർ ചെയ്യാം. തൽക്കാലം ഞാൻ സ്റ്റൈലിംഗ് എന്നുള്ള രീതിയിൽ ഒരു ബ്രൗൺ ബാഗാണ് പെയർ ചെയ്യുന്നത്. നമുക്ക് വേറെ എന്തിപ്പം നമുക്ക് അപ്പോൾ ഒരു ഹെവി ബസ്റ്റഡ് ഗേളീസിന് അപ്പം പുറത്തോട്ടൊക്കെ പോകാൻ കുറച്ച് അൺകംഫർട്ടബിലിറ്റി ഉണ്ട്. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു സ്കാർഫായിട്ട് ഇത് പെയർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പെയർ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വേണമെങ്കിലും പെയർ ചെയ്യാം. പിന്നെ കുറച്ച് ഓവർ ദ ടോപ്പായി പോയിട്ടുണ്ട്. പക്ഷേ ലൈക്ക് ഐ സെഡ് ഐ ട്രൈങ് ടു ലിവ് എ ബിറ്റ് ലൗഡ്. അപ്പോൾ പിന്നെ ലെറ്റ്സ് ഡു ജസ്റ്റിസ് ടു ദാറ്റ് അല്ലേ. അപ്പം നമുക്ക് ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ളൊരു സാധനമാണ് സ്കേർട്ട് ആൻഡ് ടോപ്പ് പെയർ ചെയ്യുന്നത്. ബിക്കോസ് അവർ ഹിപ്സ് കീപ് ഷോയിങ് അവർ ഇൻസെക്യൂരിറ്റീസ്, അവർ ഫ്രണ്ട്സ് കീപ് ഷോയിങ് അവർ ഫ്ലാപ്പി ആർംസ്. But just wear the dress. It's that simple. Just wear it and learn to love your body. അപ്പം അത്രയേ ഉള്ളൂ മൂഡ് ബോർഡ് 02 styling. And if you guys like what I'm wearing, then do watch my videos, like my videos, share my videos, and finally subscribe to my channel. Bye bye.